ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു വെള്ളയപ്പം ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി 1.5 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുകയാണ്. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് അരച്ചെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ വെള്ളയപ്പം. കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ ഹാഫ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ രാവിലെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഈ ചോറും കൊടുത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റും തേങ്ങാ വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ചോറ് അരച്ച് കൊടുത്തെങ്കിൽ വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കാം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും തേങ്ങാ വെള്ളവും കൂടെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഇത് രാവിലെ എടുത്ത് തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ ഓവർനൈറ്റ് ഞാൻ വെച്ചിട്ട് രാവിലെ എടുത്ത് തയ്യാറാക്കുകയുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. വെള്ളയപ്പത്തിൻ്റെ മാവെല്ലാം നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാരയുടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെള്ളയപ്പത്തിന് അരി അരയ്ക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ കുറച്ച് ചോറ് കൂടെ അരച്ചു കൊടുക്കണേ. എന്നാലും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.